ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയല്ലേ കുറച്ച് ജോലികളാണ്. കുക്കിങ്ങും ക്ലീനിങ്ങും ഇതൊക്കെ പാടല്ലേ കുറച്ച് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കി. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ ഇട്ട് വാട്ടിയെടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. ഇതിലേക്ക് ചിലപ്പോൾ മുട്ട പുഴുങ്ങിയാണ്ട് കീറിയിട്ടിലുണ്ട്, പൊളിച്ചിട്ടിലുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ് ഈ കറി. അധികം തേങ്ങ നരക്കാൻ പാടില്ല. അധികം കുറേ കറി വേണ്ടവർക്കൊന്നും ഇതുണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് കറി ഒഴിച്ചുള്ളൂ. ഇങ്ങനെ അതിൽ ഒപ്പിയിട്ട് കഴിക്കുള്ളൂ എല്ലാവരും. ഒന്നായിട്ട് കറി വാർന്നിട്ട് കുഴച്ച് തിന്നൂല. അപ്പോൾ കുറച്ച് കറി മതി. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല കുറുന്നനെ ഉണ്ടാക്കുമ്പോൾ. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വാടാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. മലക്കുൽ മൗത്താസിറായിൽ അണഞ്ഞിടും നേരം ചാലനനിൽ താടിയിൽ നിലച്ചിടും മുമ്പേ പൊന്നിനബി തൻ്റെ റൗദാശേരി പൊന്ന് കണ്ണിന് കാട്ടിടണേ ഇലാഹിയൻ, കണ്ണിനു കാട്ടിടണേ. ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും ഉപ്പിട്ടിട്ട് കുക്കർ മൂടി വെക്കുക. അധികം വലിയ ചപ്പാത്തി ഒന്നല്ല, പത്തിരിൻ്റെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയും വലിപ്പമുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് ചപ്പാത്തി.
വാർപ്പിൻ്റെ മുകളിലെ ഇലയൊക്കെ ചാടിങ്ങാണ്ട് ആകെ വൃത്തികേടായിക്കണം. അപ്പം ഇന്ന് അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കുകയാണ്. മഴ ചെയ്തിട്ട് വഴുക്കുന്ന് വെച്ചിട്ട് കയറിയിട്ടില്ല, കുറേ ദിവസമായി കയറിയിട്ട്. പിന്നെ റംബൂട്ടാൻ്റെ ഇലയും റംബൂട്ടാൻ്റെ തോടും ഒക്കെ അങ്ങനെ അതുകൊണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചോരി ഇലയൊക്കെ വാരിയാണ്ട് വൃത്തിയാക്കുകയാണ്. ഈ പണി കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ. ചോറ് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കണ്, മീൻ നന്നാക്കിയാണ്ട് മസാലയും കൂട്ടി വെച്ചിരിക്കണ്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കറി മീൻ പൊരിച്ചാനും ഒക്കെ ഉണ്ട്. ഈ ക്ലീനിങ് ഇവിടുത്തെ അടിച്ചോരലും വൃത്തിയാക്കലും കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ക്ലീൻ ആക്കുകയാണ്. ഇന്ന് ഉച്ചക്കത്തെ കറി ചക്കക്കുരും മുരിങ്ങയാണ്. പിന്നെ നല്ല നാടൻ മത്തി കിട്ടിയിരിക്കണം, നല്ല പഞ്ഞില്ല മത്തി. മത്തി പൊരിച്ചതും മുരിങ്ങയും ചക്കക്കുരും കറിയാണ്. അതൊക്കെ റെഡിയായിപ്പോൾ. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.